അനിമൽ മൈഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് മസൈ മാറയിൽ നടക്കുന്ന വൈൽഡ് ബീസ്റ്റ് മൈഗ്രേഷൻ ആയിരിക്കും, ദ ഗ്രേറ്റ് മൈഗ്രേഷൻ. എന്നാൽ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അധികം ആരും പറഞ്ഞു കേൾക്കാത്ത സേബ്ര മൈഗ്രേഷനാണ്. ഇത് നടക്കുന്നത് ആഫ്രിക്കയിലെ ബോട്സ്വാന എന്ന രാജ്യത്താണ്. ഓരോ വർഷവും മഴക്കാലം ആരംഭിക്കുമ്പോൾ ഏകദേശം 25,000 തൊട്ട് 30,000 വരെ സേബ്രാസ് പുതിയ പച്ചപ്പും അതുപോലെ തന്നെ വെള്ളവും തേടി അവരുടെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇവ ഒക്കവാങ്കോ ഡെൽറ്റ, ബൊറ്റേറ്റി റിവർ, മക്കടികാടി പാൻസ്, നായി പാൻസ് എന്നീ സ്ഥലങ്ങളിലൂടെ ഏകദേശം 100 കണക്കിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കും. ഈ മൈഗ്രേഷൻ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സേബ്ര മൈഗ്രേഷനായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. മഴക്കാലം ആരംഭിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകങ്ങളിൽ ഒന്നായ മക്കടികാടി സോൾട്ട് പാനിൽ പുതിയ പുല്ലുകളൊക്കെ ഇങ്ങനെ കിളിർത്ത് വരും. ഈ പുല്ലുകൾ തേടിയിട്ടാണ് ഈ സേബ്രാസ് ഇവിടേക്ക് വരുന്നത്. പിന്നീട് വീണ്ടും വരൾച്ച സമയമാകുമ്പോൾ ഇവ വെള്ളമുള്ള പ്രദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകും. ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വെറ്ററിനറി വേലികൾ കാരണം ഇവരുടെ ആ മൈഗ്രേഷൻ റൂട്ട് തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അവയിൽ പലതും നീക്കം ചെയ്തതോടുകൂടി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ സീബ്രകൾ അവരുടെ ആ പഴയ മൈഗ്രേഷൻ റൂട്ട് കണ്ടെത്തുകയും അങ്ങനെ ഇത് പുനരാരംഭിക്കുകയും ആണ് ഉണ്ടായത്. ഈ കുറ്റിക്കാടിനുള്ളിൽ ഒരു സിംഹത്തെയും നിങ്ങൾക്ക് കാണാം. ഈ യാത്രയിൽ ഇവരെ കാത്ത് ഇതുപോലെ സിംഹങ്ങളും ഹൈനകളും അതുപോലെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സും ചീറ്റകളും ഒക്കെ പതിയിരിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും ഈ സീബ്രകൾ കൂട്ടമായി നടക്കുന്ന കാരണം അവർക്ക് അതിജീവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു 3 വർഷം മുമ്പ് മക്കടികാടി സോൾട്ട് പാൻസ് വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അന്ന് പ്രോപ്പറായിട്ട് വീഡിയോ ഫുൾ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഓരോ വർഷവും ഒരു മാപ്പിൻ്റെയും വഴികാട്ടിയുടെയും സഹായമില്ലാതെയാണ് 10,000 സേബ്രാസ് ഈ യാത്ര ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രകൃതിയുടെ ഓരോ നിയമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുപോലെ രസകരമായ ആഫ്രിക്കൻ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്തോളൂ.